എല്ലാവർക്കും നമസ്കാരം. ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണം അത് എത്ര ശ്രമിച്ചാലും നമ്മൾക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു നോവായിട്ട് തന്നെ നിൽക്കുകയാണ്. കുഞ്ഞിൻ്റെ മുഖമൊന്നും മനസ്സിൽ നിന്ന് മായുന്നേ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോരോരോ കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ജിസ്മോളുടെ കുടുംബത്തെയും ഈ ഷൈനിയുടെ കുടുംബത്തെയും എടുത്ത് വെച്ച് നോക്കുമ്പോൾ പിന്നെയും ഭേദം ഷൈനിയുടെ വീട്ടുകാരാണെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഈ ജിസ്മോളുടെ കുടുംബം ചുമ്മാ കച്ചറ ടീംസാണ്. അവർ പറയുന്നത് കളറില്ല പോലും. ഇവർക്ക് കളറുണ്ടോ? ഇവർക്കൊരൊറ്റ കളറുള്ള ഒരൊറ്റ ഒരെണ്ണം കുടുംബത്തിലില്ല. പിന്നെ ഇവർ ആർക്ക് കളർ വേണമെന്ന്? അയ്യോ, ആ മറ്റേ മൂത്ത സഹോദരിനെയൊക്കെ കാണണം. എന്നിട്ട് ഇവർ ആരെയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ആ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ, ജിസ്മോളുടെ കൂട്ടത്തിൽ മരണപ്പെട്ട 2 കുഞ്ഞുങ്ങൾ. അതിൽ മൂത്തയാൾക്ക് കളർ കുറവാണ് പോലും. ഇളയതിനൊരു ഇച്ചിരി കളറുണ്ട്, മൂത്തതിന് തീരെ കളറില്ല. അതുകൊണ്ട് അതിനോട് പോലും ഇവർക്ക് ആകെ കണ്ടുകൂടാം. അതിനെ പോലും ഇവർക്ക് കണ്ടുകൂടാം. അതിനോട് പോലും ഇവർക്ക് നല്ല കുറേ പേർക്കുണ്ട്, അവരുടെ ബന്ധുക്കളിൽപ്പെട്ടവർക്ക് പോലും അതിനോട് ഒരു ഇഷ്ടക്കുറവാണെന്നൊക്കെയാണ് കേൾക്കുന്ന ന്യൂസുകൾ. ആ കൊച്ചിന് ഏതാണ്ട് 3-4 വയസ്സേ എങ്ങാണ്ടേ ഉള്ളൂ. അതിനെപ്പോലും അങ്ങനത്തെ കുഞ്ഞുങ്ങളെപ്പോലും നിറത്തിൻ്റെ പേരിലൊക്കെ എന്താ പറയുക, കാണുന്ന മനുഷ്യന്മാരുടെയൊക്കെ മനസ്സ് എത്ര വൃത്തികെട്ട മനസ്സെന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ആരെങ്കിലും കളറിൻ്റെ പേരിൽ പറയുമോ? ഇനി ഈ കളർ ഉണ്ടായിട്ട് എന്ത് കിട്ടാനാണ്? എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ? ഏതെങ്കിലും രോഗങ്ങൾ വരാതിരിക്കുമോ? എന്തെങ്കിലും വിഷയങ്ങൾ കളറുള്ളവർക്ക് ചെറിയ വിഷയവും കളറില്ലാത്തവർക്ക് ചെറിയ വിഷയവും അങ്ങനെ എന്തെങ്കിലും വരുമോ? ഞാൻ നല്ല കളറുള്ള ആളാണ്. എനിക്ക് ഇന്ന് വരെ ഈ കളറുണ്ട് എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഈ കളർ എവിടെയാണ് വേണ്ടുന്നത്? നമ്മുടെ മനസ്സിന് കളറില്ലെങ്കിൽ പിന്നെ പുറത്ത് കുറച്ച് കളറുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതും കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ കളറിൻ്റെ പേരിലൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ, ജിസ്മോളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ ആരുടെ അടുത്തോ ചോദിച്ചെന്ന്, ചേച്ചിക്ക് എൻ്റെ മൂത്ത കൊച്ചിനെയാണോ ഇഷ്ടം, രണ്ടാമത്തെ കൊച്ചിനെയാണോ ഇഷ്ടമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു രണ്ടാമത്തെ കൊച്ചിനെ ഇഷ്ടം അവളാണല്ലോ ക്യൂട്ട് എന്ന് പറഞ്ഞത്. ആ പുള്ളിക്കാരത്തി പറഞ്ഞത് അത് ചിലപ്പം 1 വയസ്സുള്ള കുഞ്ഞായിരിക്കുമല്ലോ, ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും പറഞ്ഞത്. നമ്മൾക്ക് അങ്ങനെയാണല്ലോ, ഇപ്പം ഇച്ചിരി മൂത്ത കുഞ്ഞിനെയും ഇളയ കുഞ്ഞുങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി ഇളയതിൻ്റെ അടുത്തോട്ടാണ് പോകുന്നതല്ലേ. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ആ മൂത്തതുങ്ങൾക്ക് വിഷമാകും എന്ന് സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാകും. പക്ഷേ പൊതുവെ എന്നാലും നമ്മൾ തീരെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അതുങ്ങളോടായിരിക്കും കുറച്ചും കൂടെ വാത്സല്യം കാണിക്കുന്നത് അല്ലേ. അത് കളറ് നോക്കിയിട്ടൊന്നുമല്ല. പക്ഷേ ജിസ്മോൾക്ക് അത് മനസ്സിന് ഭയങ്കര വിഷമമായി. ജിസ്മോൾ പറഞ്ഞു, എല്ലാവർക്കും അങ്ങനെയാണ് ചേച്ചി, എൻ്റെ മൂത്ത കുഞ്ഞിനെ ആർക്കും കണ്ടുകൂടാ, രണ്ടാമത്തതിനോട് എല്ലാവർക്കും താല്പര്യം എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞെന്ന്. അപ്പോൾ ആ ഒരു കൂട്ടുകാരുടെ സംസാരത്തിൽ പോലും ജിസ്മോൾക്ക് അത് അത്ര വേദന ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ അർത്ഥം നിറത്തിൻ്റെ പേരിൽ ആ വീട്ടിൽ ആ കുഞ്ഞടക്കം ഒത്തിരി വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവം. അല്ലെങ്കിൽ ജിസ്മോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തുമില്ല, ആ ഒരു മറുപടി ജിസ്മോൾ പറയത്തുമില്ല. എന്ന് വെച്ചാൽ ആ കൊച്ചുങ്ങൾ ജിസ്മോളുടെ നിറത്തിൻ്റെ പേരിൽ മാത്രമല്ല കുഞ്ഞുങ്ങളുടെ നിറത്തിൻ്റെ പേരിൽ പോലും അവിടെ വിഷയങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററും ഫാമിലി ഉണ്ട് കേട്ടോ. അവർ ഹസ്ബൻഡ് വൈഫ് 2 പേരും നല്ല എന്താ പറയുക കറുത്തിട്ടാണ് 2 പേരും. എന്നാൽ അവർക്കുണ്ടായ ഒരു മൂത്ത ആൺകൊച്ചെന്ന് പറയുന്നത് നല്ല വെളുത്ത കൊച്ചാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ ആ ഒരു എന്താ പറയുക പാസ്റ്ററിൻ്റെ പിന്നെ ഗ്രാൻഡ് പേരൻസിൽ ആരോ ഒരാൾ നല്ല വെളുത്തിട്ടാണ്. അപ്പോൾ അത് പാരമ്പര്യമായിട്ടാണല്ലോ കിട്ടുന്നത്. എന്നിട്ട് കേൾക്കണം, നിങ്ങൾ ഇതിനകത്തെ കാര്യം കേൾക്കണം. എന്നിട്ട് ഈ നാട്ടുകാർ അതിനോട് ചോദിക്കുമെന്ന്, ഇതാരുടെ കൊച്ച, ഇത് എവിടുന്ന് കിട്ടി ഇത്ര കളറെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കൊച്ചുങ്ങൾക്ക് കളർ ഉണ്ടാകാനും പാടില്ല, കളർ ഉണ്ടായാലും വിഷയമാണ്. ഇത്ര വൃത്തികെട്ട മൈൻഡുമായിട്ട് ജീവിക്കുന്ന നാട്ടുകാരെ എന്തു പറയാനാണ്? മനുഷ്യന്മാരെ പറ്റിയൊക്കെ എന്തു പറയാനാണ്? കളറിൻ്റെ പേരിലാണ് കുഞ്ഞുങ്ങളെ ഇതാകുന്നത്. കളറൊക്കെ ഒരു പാരമ്പര്യമായിട്ട് അത് കൊടുക്കുന്ന ദൈവം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ് കുഞ്ഞുങ്ങളെ ആരെങ്കിലും ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ടോ? കറുത്ത പിള്ളേർ ഇപ്പുറത്തെ സൈഡിലോട്ടും വെളുത്ത പിള്ളേർ ഇപ്പുറത്തെ സൈഡിലോട്ടും. ഇനി വേണ്ടപ്പം ദൈവത്തിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ കറുത്തവരെ തിരഞ്ഞെടുക്കുക, പിന്നെ വെളുത്തവരെ തിരഞ്ഞെടുക്കുക, അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ മനുഷ്യൻ്റെ നമ്മൾക്ക് ലോക മനുഷ്യന്മാരെന്ന് വെച്ചാൽ ദൈവഭയവും ദൈവത്തെ ഒരു ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നടക്കുന്ന ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾക്കതിന് എന്തെങ്കിലും ഒരു ന്യായീകരണം പറയാം, അവരുടെ അറിവില്ലായ്മ എന്ന് പറയാം. പക്ഷേ ബൈബിളും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഈ കളറിൻ്റെ അപ്പുറത്തെ കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതുങ്ങളൊക്കെ ഏത് വകുപ്പിൽപ്പെട്ടതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. അല്ല, ഒരു കളറിൻ്റെ പേരിലൊക്കെ 4-5 വയസ്സുള്ള കുഞ്ഞിനെ വരെ കളറിൻ്റെ പേരിൽ ഇതിവിടം കൊണ്ടൊന്നും തുടങ്ങിയതല്ല. നമ്മൾക്കറിയാം, ഇത് പല സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ആൾക്കാർ നേരിടുന്ന ഒരു വലിയ വിഷയമാണിത്. കറുത്ത ആൾക്കാർ, വെളുത്ത ആൾക്കാർ.
പിന്നെ ഇതിനകത്ത് വലിയ കാര്യമായിരിക്കും. ഇനി കറുത്ത ആൾക്കാരാണെങ്കിലും വെളുത്ത ആൾക്കാരാണെങ്കിലും മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ മനസ്സ് വെളുത്തല്ല ഇരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല അല്ലേ? അപ്പോൾ ആ ജിസ്മോൾ എത്ര വേദന ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാകും. ഇനി ഇവർ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആ ഒരു ഇതിൻ്റെ എന്താ പറയുക ഫ്യൂണറൽ സർവീസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അയ്യോ അമ്മായിമ്മയൊക്കെ അങ്ങ് കിടന്ന് വരിക. അമ്മായിമ്മയുടെ തലയിലെ മുടിയൊക്കെ പോയി കേട്ടോ, കീമോ ചെയ്തിട്ടിരിക്കുമല്ലോ, മുടിയൊക്കെ പോയിരിക്കുവാണ്. എന്നിട്ട് അങ്ങ് കിടന്ന് അങ്ങ് മോങ്ങുവാണ്. എന്തിനാണ് ഈ മോങ്ങുന്നത്? അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ ഒരു കരുണയും അവരോട് കാണിച്ചില്ല. എന്നിട്ട് അവരെ കാണിക്കാതെ അവർ പോയി കഴിഞ്ഞപ്പോൾ അവർ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കറിയാം ഇളയ പെങ്ങളൊക്കെ കരയുമ്പോൾ ക്യാമറ നോക്കുന്നുണ്ടോയെന്ന്, ക്യാമറേനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര കരച്ചിലാണ്, എണ്ണിപ്പാടി കരച്ചിലാണ്. പക്ഷേ അത് 2-3 പ്രാവശ്യം ആ വീഡിയോ നോക്കിയാൽ അറിയാം ക്യാമറേനെ നല്ലപോലെ നോക്കുന്നുണ്ട്. ഇത്രയും കിടന്നുകൊണ്ട് അഭിനയിച്ച് ആരെ കാണിക്കാൻ ഇവർ? അയ്യോ ജിമ്മി ആണെങ്കിൽ കിടന്നങ്ങ് ഉരുളുവാണ്. അവൻ ഈ ഉരുളിച്ച നേരത്തെ ഉരുണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേരും ആ അമ്മയൊക്കെ ഇന്ന് ജീവനോടെ ഇരുന്നുകൊണ്ടേനെ. അവൻ കിടന്നുകൊണ്ടങ്ങ് ഉരുളുന്നു. മറ്റവളെ കാണുന്നില്ല, UK കാരത്തിനെ കാണുന്നില്ല. അവളിനി ഇങ്ങോട്ട് തൽക്കാലം വരികയില്ല. നമ്മുടെ ഷൈനയുടെ വീട്ടിലെ പാതിരി പോയി ഒളിച്ചിരിക്കുന്നത് പോലെ ഇവളും ഇനി കുറേ നാളത്തിന് ഇങ്ങോട്ട് വരികയില്ല. അവളൊക്കെ അവളുടെ ജീവിതമൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുകയാണ്. അവൾ അവിടെ ഇവിടെയൊക്കെ ടൂറിന് പോകുന്നൊക്കെ അവളുടെയൊക്കെ ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാം. അവളുടെ കെട്ടുവേണ്ടി കാണുന്നുള്ളൂ, അവളുടേത് കാണുന്നില്ല. പേടിച്ചൊന്നെങ്കിലും ഡിലീറ്റ് ചെയ്തതായിരിക്കും ആൾക്കാർ വന്നിട്ട് പൊങ്കാല ഇടുമെന്ന് വിചാരിച്ചിട്ട്. അവളുടെ കെട്ടുവേണ്ടതിനകത്ത് കാണാം അവർ Day 2, Day 1, Day 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ടൂർ പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആഘോഷിക്കാം, ഇവർക്ക് പറ്റത്തില്ല. മണ്ടൻ ജിമ്മീനെ പറഞ്ഞാൽ മതിയല്ല. സ്വന്തം കുടുംബത്തെ പോറ്റാൻ അറിയാമല്ലാതെ ഇവൻ എന്താ പറയുക അമ്മ പറയുന്നത് കേട്ടിട്ട് പെങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇവൻ തുള്ളാൻ നിൽക്കുവാണ്. ഇവനൊക്കെ എന്തിനാണ് പെണ്ണ് കിട്ടിയത്? ഇവനൊക്കെ വല്ല വീട്ടിൻ്റെ അകത്ത് ചുമ്മാ കുത്തിയിരുന്നാൽ പോരായിരുന്നോ? ഇവനൊക്കെ പെണ്ണ് കെട്ടാൻ പോയിട്ട് പെണ്ണിനെ നോക്കാൻ പറ്റത്തില്ല. നട്ടല് വേണ്ടേ പെണ്ണുങ്ങളെ നോക്കണമെങ്കിൽ? ആ നട്ടല്ലില്ല അവനൊക്കെ. അല്ല ഇനി അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. വെറും എന്താ പറയുക പോഴത്തരങ്ങളേ ഉള്ളൂ മനസ്സിൽ. അല്ലെങ്കിൽ എന്താ പറയുക കൊച്ചിനെ ഉണ്ടാക്കിയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ടീമാണ്. ഇത്രയും പോഴത്തരമൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്ത് പറയാനാന്ന് പറയും. എന്നിട്ട് ആരും അനങ്ങുന്നില്ല. നമ്മുടെ ഇവരുടെ കാര്യത്തിലാണെങ്കിൽ എന്താ പറയുക ഷൈനിയുടെ കാര്യത്തിലാണെങ്കിൽ 2 ഇടവകക്കാർ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. ഇവിടെ ആൾക്കാരുടെ ഒന്നും വലിയ പ്രതികരണങ്ങൾ കാണുന്നില്ല. കുറച്ച് ആൾക്കാരെ അവിടെ എവിടെയൊക്കെ പ്രതികരിക്കുന്നുള്ളൂ. ഒരു എന്താ പറയുക പ്രതികരണ കമ്മിറ്റിയൊക്കെ ഏതാണ്ടൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിവേ കണ്ടറിയാം അവർക്കിനി എന്തെങ്കിലും കിട്ടുമെന്ന്. ഇനി ജിസ്മോളുടെ അമ്മായിപ്പനും തീരെ പാവമാണെന്ന് ഇവിടെയും പറയുന്നത് കേൾക്കുന്നില്ല. പുള്ളിക്കും ഇതിനകത്ത് നല്ല പങ്കുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഈ അമ്മായിപ്പനിൽ നിന്നും എന്തെങ്കിലും ജിസ്മോൾക്ക് നല്ല വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഈ അമ്മായിപ്പൻ ാണ് ജിസ്മോൾ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അയാളെ വിളിച്ച് പറയണമെങ്കിൽ അയാളും ഏതാണ്ടൊക്കെ നല്ലപോലെ ഇവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അല്ല അയാൾ ചുവണ്ടായിരുന്നെങ്കിൽ ഈ പെണ്ണുപിള്ള കിടന്നുകൊണ്ട് ഈ അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീ കിടന്നുകൊണ്ട് ഇത്രയും കളി കളിക്കുമായിരുന്നു. അയാൾ മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ സ്ത്രീ അവിടെ അടങ്ങിയിരുന്നേനെ. പക്ഷേ അയാളും മിണ്ടിയിട്ടില്ല, മകനും മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല. ഇനി ജിസ്മോളുടെ സ്വർണം വേണം പോലും. സ്വർണം അവരുടെ ജിസ്മോളുടെ അപ്പനും അമ്മയും ആർക്ക് കൊടുത്തു വിട്ടതാ? ജിസ്മോൾക്ക് കൊടുത്തതാണ്. എന്നിട്ട് ആ സ്വർണം ഇവർക്ക് വേണം. എന്ത് കളിയാ നോക്ക്. ഇതൊക്കെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ടീമുകളാണ്. പക്ഷേ ഓർക്കുക, എന്ത് പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇപ്പോൾ പോയില്ലേ ആ തള്ളയ്ക്ക് എന്താണ്? ക്യാൻസറാണ്. കീമോ ചെയ്ത് മുടിയൊക്കെ പോയിട്ടിരിക്കുക. എന്നിട്ട് മനസ്സിൻ്റെ കുഷ്ഠം മാറിയില്ല. ഏത് കീമോ കൊടുത്താലും മനസ്സിൻ്റെ കുഷ്ഠം മാറും. ഇനി പോട്ടപ്പ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾക്ക് ആത്മഹത്യാ പ്രേരണാ കുറ്റമെങ്കിലും അതിനകത്ത് എടുക്കാനുള്ള വകുപ്പുണ്ട്. പോലീസ് ഇതുവരെയും അനങ്ങിയിട്ടില്ല. കാരണം പോലീസിന് അനങ്ങാൻ പറ്റിയല്ല. പോലീസിനെ കൂച്ചുവിലങ്ങിടും. കഴിഞ്ഞ ദിവസം ഒരു ഏറ്റുമാനൂർ ഒരു SHO വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. CI വന്നിട്ട് അൻസിൽ എന്ന് പറയുന്ന ഒരു സാർ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒത്തിരി വികാരഭരിതമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പൊക്കത്തിൽ നിന്ന് ഓർഡർ വന്നാൽ പുള്ളിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പെണ്ണുങ്ങൾ ആരാകരുത്, വിഡ്ഢികളാകരുത് എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനി ഇവിടെ ഷൈനിയുടെ കാര്യത്തിലാണെങ്കിലും ജിസ്മോളുടെ കാര്യത്തിലാണെങ്കിലും ഇനി ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചതൊക്കെ ഷൈനിയുടെ ഡയറിയൊക്കെ മുക്കിയെന്നാണ് പറയണത്. ഇനി ഷൈനിയുടെ വീട്ടുകാർ മുക്കിയെന്നാണ് പറയണത് കേട്ടോ, അറിഞ്ഞുകൂടാ. ഇനി ജിസ്മോളുടെ ഡയറി കെട്ടിയവൻ്റെ വീട്ടിലാണെങ്കിൽ അവർ മുക്കിയോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഈ മരിക്കാനൊക്കെ പോകുന്നതിന് മുൻപേ എന്തെങ്കിലും ഒരു കുറിപ്പെങ്കിലും, ഇവരെ ദ്രോഹിച്ചവരെക്കുറിച്ച് ഒരു കുറിപ്പെങ്കിലും അത് നഷ്ടമാകാത്ത വിധത്തിൽ ആർക്കെങ്കിലും ഒരു വാട്സപ്പ് സന്ദേശമെങ്കിലും എടുത്തു വിടണ്ടേ? ഇതൊന്നും ചെയ്യുന്നില്ല. ഇവരുടെ ജീവിതം കൊണ്ടൊന്ന് നശിപ്പിച്ചു. എന്നാൽ ജീവിച്ചിരിക്കുന്നവരെ ദ്രോഹിച്ചവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ മേടിച്ച് കൊടുക്കത്തക്കവണ്ണം എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാനുള്ളൊരു സാമാന്യ ബോധം ഇവർക്ക് വേണ്ടേ? അങ്ങനെ ഒരു ബോധം പോലും ഇവർക്കില്ല. ബോധവൽക്കരണം കൊടുക്കാനും ആരുമില്ല.
എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ആ ഇളയ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ ഒന്ന് മുഖത്തോട്ട് നോക്കാനേ പറ്റുന്നില്ല. അത്രയും ഒരു ക്യൂട്ട് കുഞ്ഞല്ലേ. എന്ന് വെച്ചാൽ ക്യൂട്ട് കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് 1 പൈസയേ ഉള്ളൂ അതിന്. ഒന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യന്മാരുടെ മനുഷ്യത്വം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ട് കുറേ പേർ 50 നോമ്പിൻ്റെ ഇടയ്ക്ക് നടന്ന പരിപാടിയാണിത് കേട്ടോ. 50 നോമ്പായിരുന്നു. ആ നോമ്പിൻ്റെ ഇടയ്ക്കാണ് ഈ പരിപാടി നടന്നത്. ആ ഒരു നോമ്പിൻ്റെ കാലയളവിൽ പോലും മാനസാന്തരം വന്നിരുന്നെങ്കിൽ ഇതുങ്ങൾക്കൊക്കെ എന്ന് മാനസാന്തരം വരാനാണ്? ആണ്ടുകുമ്പസാരമൊക്കെ നടത്തിയിട്ടുണ്ടാകും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണേ, എനിക്കൊരു അമ്മച്ചിനെ അറിയാം. ജ്ഞാനായ കത്തോലിക്കിലെ തന്നെ ഒരു അമ്മച്ചിയാണ്, കോട്ടയത്തുള്ളൊരു അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് 2 ആമക്കളും ഒരു പ്രായമുള്ള അമ്മച്ചി കേട്ടോ. 2 ആമക്കൾ എന്ന് പറഞ്ഞാൽ അതും പ്രായമുള്ള ചേട്ടന്മാരാണ്. അപ്പം പിന്നെ അവർ 2 ആമക്കളും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നണേ. അത് ഇനി 2 പെണ്ണുണ്ടാവാം. എനിവേ എന്തായാലും ഉണ്ട്. എല്ലാത്തിനെയും കല്യാണം കഴിച്ചത്. അപ്പോൾ ഇവർക്ക് ആദ്യം ഒരു ഗതിയും പരഗതിയും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2ാമത്തെ മകൻ ഏതാണ്ട് മൂത്ത മകനും ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുമായിരുന്നു. അത് ഗതി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പം ഗതി പിടിച്ചോന്ന് അറിഞ്ഞില്ല, കുറച്ച് വർഷങ്ങൾ മുൻപെയാണ്. പിന്നെ 2ാമത്തത് ഏതാണ്ട് ICICI പ്രുഡൻഷ്യലിൻ്റെ ഏതാണ്ട് പരിപാടിക്കൊക്കെ പോയിട്ട് പുള്ളി ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളി ഇച്ചിരി വീടൊക്കെ അങ്ങ് മോടി പിടിപ്പിച്ച് നല്ല മനോഹരമായൊരു വീടൊക്കെ പണിത്, കോട്ടയത്ത് തന്നെ 2 നില വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് ആ അമ്മച്ചി എന്ന് പറയുന്നത് ഒരു കില്ലാടി അമ്മച്ചിയാണ് കേട്ടോ. ആ അമ്മച്ചിയുടെ കാര്യം കേൾക്കണം. എന്താണെന്നറിയാമോ, അവിടെ പൈപ്പൊക്കെ ഉണ്ട്, വീടിനകത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അമ്മച്ചി പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുകയില്ല. അമ്മച്ചി എടുക്കും, ബാക്കിയുള്ളവരെയും കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിപ്പിക്കും. എന്താ, കറണ്ട് ബില്ല് അധികമാകും, കറണ്ട് ബില്ല് എൻ്റെ മകൻ്റെ പൈസ പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. മരുമോൾ ആ വീട്ടിൽ പോയി നിൽക്കത്തേ ഇല്ല. മരുമോൾ നേഴ്സം കണ്ട അത് ആ വീട്ടിലോട്ട് പോകത്തേ ഇല്ല, വല്ലപ്പോഴും അങ്ങനെ പോകത്തുള്ളൂ. ഫാനിടിയലെന്ന് വെച്ചാൽ എന്താണ്, എന്നിട്ട് വീശിക്കൊണ്ട് നടക്കും. എന്തിനാ? കറണ്ട് ബില്ല് അധികമാകുമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനത്തെ കുറേ പേട്ട് തള്ളമാരുണ്ട്. എത്ര പറഞ്ഞാലും മാനസാന്തരം വരികയില്ലാത്തത് നിങ്ങൾ. എന്നിട്ട് അതൊക്കെ മരിച്ചുപോയി. പോയപ്പോൾ വല്ലതും കൊണ്ടുപോയോ? ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ആരും ഒന്നും കൊണ്ടുപോകത്തുമില്ല. ഇന്ന് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നു, നാളെ നമ്മൾക്ക് ആയുസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. എന്നാലും മനുഷ്യൻ്റെ അഹങ്കാരത്തിനും മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിനും യാതൊരു കുറവുമില്ല. അവരെ ഒന്ന് ശാസിക്കാൻ പോലും ആരുമില്ല. ആ കുടുംബങ്ങളിലൊക്കെ ഒന്ന് ഈ ആത്മീയ നേതൃത്വങ്ങൾ എന്താ പറയുക, വേറെ കാര്യങ്ങൾക്ക് മാത്രം ഇടപെട്ടാൽ മതിയോ? ആത്മീയ നേതൃത്വങ്ങൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ പോയിട്ടൊരു മാനസാന്തരത്തിനുള്ള താക്കീത് കൊടുക്കണ്ടേ? അതുമില്ല. അവർക്കും പേടി, അവരെയും കൊണ്ടും പറ്റണില്ല. കാരണം കുഞ്ഞാടുകൾ വിട്ടുപോയാലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ എത്ര കിടന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ച് കുഴിയിലോട്ട് കാലം നീട്ടി വെച്ചിരിക്കുന്ന കുറച്ച് അപ്പച്ചന്മാർ വരും. എന്താണെന്ന് അറിയാം, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വരും, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ സമുദായം അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഇപ്പോൾ ഷൈനിക്കെതിരെ വേറൊരു പരിപാടിയൊക്കെ പറയുന്നുണ്ട്. ഷൈനി അമ്മായിമ്മയോട് തിരിച്ച് നല്ല പറയുമായിരുന്നു എന്നൊക്കെ. തിരിച്ച് പറയുകയല്ല, 2 കൊടുത്തിട്ട് പോകണമായിരുന്നു. എങ്കിൽ പിന്നെ ഇന്ന് ഷൈനി ജീവനോടെ ഇരുന്നേനെ. അങ്ങനെ കുറേ എണ്ണങ്ങൾ, അടി കൂടാൻ കുറേ എണ്ണങ്ങൾ. എന്നിട്ടോ ഇവരൊക്കെ അങ്ങ് പ്രസംഗങ്ങൾ, ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരും എല്ലാ വിഭാഗത്തിലും, അതിപ്പം ഇവരുടെ സമുദായം മാത്രമല്ല, എല്ലാ സമുദായത്തിലും, ഇവൻ പെന്തക്കോസ്താണെങ്കിലും എല്ലാത്തിനകത്താണെങ്കിലും. എന്നിട്ട് ഇവരുടെയൊക്കെ പ്രസംഗത്തിൻ്റെ മെയിൻ സബ്ജക്റ്റ് ആൾക്കാരുടെ മാനസാന്തരം, കുടുംബങ്ങളുടെ മാനസാന്തരം ഒന്നുമല്ല. മെയിൻ സബ്ജക്റ്റ് ഞങ്ങൾക്കെതിരെ ആരും പറയരുത്, നിങ്ങൾക്ക് സ്വർഗം കിട്ടിയല്ല. ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കെതിരെ പറഞ്ഞാൽ സ്വർഗം കിട്ടിയല്ല. ബാക്കി എന്ത് ചെറ്റത്തരം കാണിച്ചാലും സ്വർഗം കിട്ടും പോലും. ഇനി അവർ കാണിച്ചാലും കുഴപ്പമില്ല. ഇതാണിപ്പോൾ എല്ലാവരുടെയും പഠിപ്പീര്. പിന്നെ ആൾക്കാർ നന്നാവുമോ? ആൾക്കാർ എവിടെ നന്നാകാനാണ്? അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എന്താ പറയുക, നമ്മൾ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാതെ, കളറിൻ്റെ പേരത്തിൽ താരതമ്യം ചെയ്യാതെ ജീവിക്കാനുള്ളൊരു മനസ്സ് സാധാരണക്കാർക്കെങ്കിലും ഉണ്ടാകട്ടെ. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. പെണ്ണുങ്ങളോടാണ് പറയാനുള്ളത്. ഇനി ഇവിടെ ഷൈനിയുടെ മരണം സംഭവിച്ചു, ജിസ്മോളുടെ മരണം സംഭവിച്ചു. അത്രയും വലിയ കുടുംബങ്ങളായിട്ട് പോലും ഒന്നും നടക്കുന്നില്ല. ഒരു പോലീസും അവരെ അറസ്റ്റ് ചെയ്യുക, നമ്മുടെ ഷൈനിയുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തിട്ട് അതിനെ ഇപ്പോൾ അഴിച്ചു വിട്ടേക്കുന്നു. അത് നല്ല നല്ല വകുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പുറത്തു വരുമായിരുന്നോ? വരത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ അവന് എതിരെ കൊടുത്തിരിക്കുന്ന വകുപ്പുകളെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി ജിസ്മോളുടേതാണെങ്കിൽ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പൻ ഏതാണ്ട് അമ്മായിപ്പൻ ബസ് മുതലാളിയാ പോലും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ആത്മഹത്യ ചെയ്യാൻ പോകരുത്.
ജീവിച്ച് കാണിക്കണം. ജീവിച്ച് കാണിക്കുമല്ലോ, എന്നിട്ട് അവർക്ക് എന്താ പറയുക, അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ നിന്ന് പൊരുതണം. അല്ലാതെ പോയിട്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആ അധ്യായം തീരത്തേയുള്ളൂ. അവരിനി, കാരണം ഇതുപോലത്തെ എന്താ പറയുക, ഈ ക്രിമിനൽസിനെ നോക്കിക്കോ, ഇനി കുറച്ച് കഴിയുമ്പോൾ കേൾക്കാൻ നോബിയും ജിമ്മിയും ഒക്കെ വേറെ പെണ്ണ് കെട്ടിയിരുന്നു. കാരണം ഇങ്ങനത്തെ ക്രിമിനൽസിനെ കെട്ടാൻ വേണ്ടി കുറച്ച് പെണ്ണുങ്ങളെ കുറ്റിയും പറിച്ച് വേറെ നിൽപ്പുണ്ട്. അത് വേറെ വിഷയം. ഇവനൊക്കെ എത്ര ക്രിമിനലാന്ന് പറഞ്ഞാൽ ക്രിമിനൽസിനെ ചില പെണ്ണുങ്ങൾക്ക് വേണ്ടു. അങ്ങനെ കെട്ടാൻ കുറേ എണ്ണം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്കത് കേൾക്കുവാനായിട്ട് കഴിയും, ഇവരൊക്കെ കല്യാണം കഴിച്ചാൽ. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ വീണ്ടും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എന്നാലും ഞാൻ റിപ്പീറ്റഡ് പറയുകയാണ്. ഈ പുരാതന കുടുംബങ്ങൾ, അതേത് മതത്തിൽപ്പെട്ടതാകട്ടെ, പുരാതന കുടുംബങ്ങളുടെ അകങ്ങൾ എപ്പോഴും ചീഞ്ഞു നാറിക്കൊണ്ടായിരിക്കുന്നത്. അതൊരു 75% അങ്ങനെ തന്നെയാണ്. ഒരു 25% നല്ലതുള്ളൂ. മുഴുവൻ ഈ അടിമത്ത മനോഭാവം എന്ന് വെച്ചാൽ ഇനിയും 19-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ടീമുകളായിരിക്കും പുരാതന കുടുംബത്തിൽ മുഴുവൻ കിടക്കുന്നത്. അതുങ്ങളുടെ മനസ്സും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ പുരാതന കുടുംബങ്ങൾ തപ്പിപ്പോകുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ടേ പോകാവുള്ളൂ എന്നൊരു മുന്നറിയിപ്പും കൂടെ ഞാൻ തരികയാണ്. എനിവേ, ഇനിയിപ്പോൾ ഇവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ഈ മരണപ്പെട്ടു പോയ ഷൈനിയും കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഈ ജിസ്മോൾക്കും കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഈ ലോകത്തിൽ അവർക്ക് നീതി കിട്ടുമെന്നൊന്നും, മനുഷ്യന്മാരെ നീതി കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത്, ഇനിയെങ്കിലും ആരെങ്കിലും ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ട് എന്നേക്കുമായിട്ട് തോറ്റുമടങ്ങാതിരിക്കുക. അതേ ഇനി നമ്മൾക്കൊക്കെ ചെയ്യാനുള്ള എന്നുള്ളൊരു കാര്യം കൂടെ തിരിച്ചറിയുക. എന്താ പറയുക, നമ്മളെ ഇങ്ങോട്ട് വേണ്ടാത്തവരുടെ അങ്ങോട്ട് കാല് തിരുമ്പി പോകാതിരിക്കുക. നമ്മളെ വേണ്ടെങ്കിൽ പോയിട്ട് പണി നോക്കുക. നല്ല തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ പഠിക്കുക. അത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.